ഹായ് ഗൈസ്, ഞാൻ മെൻ്റൽ ഫ്രീക്ക്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് അവൻ അഡ്മിഷൻ സൺസ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ അടുത്ത് നിന്നാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി അവന് ഡയറക്റ്റ് ഫീസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് സൺസ്റ്റോൺ ആണ്. കാരണം ഏജൻറ്റ് ത്രൂ വരുമ്പോൾ അവൻ ഏജൻറ്റ് ത്രൂ ആണ് ഫീസും കാര്യങ്ങളൊക്കെ പേ ചെയ്തത്. ഇപ്പോൾ ഒരു 1.5 ലക്ഷത്തോളം, ഐ തിങ്ക് സോ 1.5 ലക്ഷത്തോളം അവൻ അടച്ചിട്ട് അവർക്ക് അതിൻ്റെ റെസിപ്റ്റ് ഒന്നും കൊടുത്തില്ല അവന്. ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അടച്ചിട്ടില്ല, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ കോളേജുകാരാണെങ്കിലോ നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ സ്കാമുകൾ നമ്മുടെ ഈ അഡ്മിഷൻ ഫീൽഡിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഡയറക്റ്റ് അഡ്മിഷൻ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. കാരണം പിന്നീട് പെട്ടതിന് ശേഷം അയ്യോ ആ ഏജൻറ് എന്നെ ചതിച്ചു, ആ കൺസൾട്ടൻസി എന്നെ ചതിച്ചു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ബിവെയർ ഓഫ് ദീസ് ടൈപ്പ് ഓഫ് സ്റ്റുപ്പിഡ് ഏജൻസ്, ബിക്കോസ് അത് നിങ്ങൾക്ക് പെട്ടതിന് ശേഷമാണ്. കാരണം ഇത് സിൻസിയറായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഫ്രണ്ടിന് ഉണ്ടായ ഒരു അനുഭവമാണ്. അവൻ സെക്കൻഡ് ഇയർ ആണ്, നമ്മുടെ കോശീസ് കോളേജിൽ MBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവൻ തന്നെയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് അവർക്കെതിരെയായിട്ട് നീ ഒരു വീഡിയോ ഇറക്കണമെന്ന്. അപ്പം അതുകൊണ്ട് അവൻ നേരെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ മാക്സിമം അഡ്മിഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ നോക്കുക ഗൈസ്. പിന്നീട് പെട്ടതിന് ശേഷം അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം ചെയ്യാൻ പോകുന്ന മുന്നേ 100 തവണ ചിന്തിച്ചിട്ട് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യും. ഓക്കെ.